ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നാം പുനരുത്ഥാനത്തെക്കുറിച്ച്, ഉൽപ്രാപണത്തെക്കുറിച്ച് പല കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. അവസാനത്തെ പുനരുത്ഥാനമാണ് ദുഷ്ടന്മാരുടെ പുനരുത്ഥാനം എന്നുള്ളത്. അത് വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 20-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വേദഭാഗങ്ങളിൽ വായിക്കുമ്പോൾ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നടക്കേണ്ടുന്നതാകുന്ന അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ദുഷ്ടന്മാർക്കുള്ളതായ പുനരുത്ഥാനമെന്ന് വ്യക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല, ഇത് 1-ാമത്തെ പുനരുത്ഥാനം എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ 1000 ആണ്ട് ആ വാഴ്ചയ്ക്ക് ശേഷം നടക്കേണ്ടുന്നതായ പുനരുത്ഥാനമാണ്. അതിനു മുമ്പ് ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ചൊക്കെ അതിന്റെ 20-ന്റെ 4 മുതലുള്ളതായ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ 20-ന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം അത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് നടക്കേണ്ടുന്നതായ പുനരുത്ഥാനമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ നീതികെട്ടവരുടെ പുനരുത്ഥാനം എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 24-15 താൻ ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ വെളിപ്പാട് പുസ്തകം 20-ന്റെ 13 വായിക്കുമ്പോൾ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്കെടുത്ത വിധിയുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ന്റെ 29 തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്രകാരം ദുഷ്ടന്മാരുടെ ആ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ആ മരിച്ചവർ അവരേതെല്ലാം അവസ്ഥയിൽ കടന്നുപോയിട്ടുണ്ടെങ്കിലും ചിലരെ മണ്ണിലടക്കിയിരിക്കുന്നു. ഇവിടെ സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം ഏൽപ്പിച്ചു കൊടുത്തു തുടങ്ങിയ അനേക കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലരെ തീയിൽ ദഹിപ്പിക്കുന്നു. അങ്ങനെ ഏതൊക്കെ അവസ്ഥയിൽ കൂടി അവർ കടന്നു പോകേണ്ടി വന്നാലും ഈ ദുഷ്ടന്മാരെല്ലാം വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ അന്തിമ ന്യായവിധിക്ക് അവർ വിധിക്കപ്പെടുകയും നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അതിനു മുൻപായിട്ട് അവിടെ നമ്മൾ കാണുന്നത് പുസ്തകങ്ങൾ തുറന്നു എന്നാണ്. ഏതെല്ലാം പുസ്തകങ്ങളാണ്? ജീവന്റെ പുസ്തകം. അതേപോലെ ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവത്തിന്റെ തിരുവചനം, ഇതെല്ലാം തുറന്ന് ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ ദൈവവൈതലാകുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ അവന്റെ പേരെഴുതുകയാണ്. ആ ന്യായവിധിയിൽ ജീവന്റെ പുസ്തകത്തിൽ അവന്റെ പേരില്ല എന്ന് തെളിയിക്കുകയും ഈ 66 പുസ്തകങ്ങൾ അഥവാ ദൈവത്തിന്റെ തിരുവചനം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ തിരുവചനത്തിനനുസരിച്ച് അവൻ ജീവിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അവനെ നിത്യനരകത്തിലേക്ക് എന്നേക്കുമായിട്ട് തള്ളിക്കളയുന്നത്. അപ്പോൾ നാം ഇതേവരെയും ചിന്തിച്ചതിന്റെ ഒരു ചുരുക്കം ഇപ്രകാരമാണ്. 1, ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ സഭയുടെ ഉൽപ്രാപണം.